നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നാളെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഡിസംബർ 4-ാം തീയതി തൃക്കാർത്തികയാണ്. അതായത് വൃശ്ചിക മാസത്തിലെ പൗർണമിയും കാർത്തികയും ഒരുമിച്ച് വരുന്ന വളരെ നല്ല ഒരു സുദിനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തൃക്കാർത്തികയെ കുറിച്ചാണ് കേട്ടോ. തൃക്കാർത്തികയുടെ അന്ന് മഹാലക്ഷ്മി നമ്മുടെ എല്ലാ ഭവനങ്ങളിലേക്ക് എത്തും എന്നാണ് പറയുക. അങ്ങനെ കയറി വരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ തൃക്കാർത്തിക എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക നിറയെ ദീപങ്ങൾ തെളിയിച്ച് വെക്കുന്നതാണല്ലേ. അത് തന്നെയാണ് പ്രധാനം. ഭഗവതിക്ക് വിളക്ക് കൊളുത്തി വെക്കുക, അതാണ് പ്രധാനം. ദീപാവലിയുടെ ആഘോഷങ്ങൾ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ സമയങ്ങളിലാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത്, അതേപോലെ എവിടെയൊക്കെയാണ് വിളക്ക് കൊളുത്തി വെക്കുക, അതിനെക്കുറിച്ച്, അതായത് ഈ തൃക്കാർത്തിക എങ്ങനെയാണ് ആചരിക്കേണ്ടത്, എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. തൃക്കാർത്തികയുടെ വ്രതത്തെ കുറിച്ചിട്ട് ഏതൊക്കെ വഴിപാടുകളാണ് നാളത്തെ ദിവസം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, ഭഗവതി അമ്മയുടെ അനുഗ്രഹം നേടാനായിട്ട്. ഭഗവതിയുടെ പിറന്നാളൊക്കെയാണ് പറയാം. അപ്പോൾ ഭഗവതിക്ക് പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവിടെ വളരെ കേമായിട്ടാണ് ആഘോഷങ്ങൾ. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷവും നാളത്തെ തൃക്കാർത്തിക ഇനിയായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം നമുക്ക് എങ്ങനെയൊക്കെയാണ് ഭഗവതി അമ്മേനെ ആരാധിക്കേണ്ടത്, ഏതൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഫലമായിട്ട് ലഭിക്കുക, അതേക്കുറിച്ചൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നാളത്തെ തൃക്കാർത്തികയെ കുറിച്ചാണ്. പിന്നെ അതുകൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട്. ഇതലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം, അതേപോലെ ഭഗവതി അമ്മയുടെ, ഗണപതിയുടെ, അയ്യപ്പൻ്റെ ഒക്കെ അലങ്കാരങ്ങളും പറയുന്നുണ്ട്. അതുകൂടാതെ ഒരു കുട്ടി കഥയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ തൃക്കാർത്തികയുടെ ഐതിഹ്യത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലത്തെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ചെറിയൊരു കുഞ്ഞി കൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ. നന്നേ ചെറിയൊരു ഉണ്ണിയായിട്ടാണ്. പക്ഷെ എന്താ ചെയ്യുന്നതെന്നറിയോ? ഓടക്കുള്ളിൽ ഊതിക്കൊണ്ട് നിൽക്കുക നമ്മുടെ ഭഗവാൻ. രണ്ട് കുഞ്ഞിക്കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് വേണുനാഥം പൊഴിക്കുന്ന മുരളീധരനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കൗതുകമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ഒരു ചെറിയ ഉണ്ണികൃഷ്ണനെയാണ് ചാർത്തിയിരിക്കണതേ. ശരിക്കും ഏകാദശിയൊക്കെ കഴിഞ്ഞിട്ട് ഏകാദശിക്ക് ചതുർബാഹുവായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് നിൽക്കുന്ന ഗുരുവായൂരപ്പനായിട്ടായിരുന്നു അലങ്കാരം. അപ്പോൾ ഒട്ടേറെ പേര് ഭഗവാനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലായിടത്തും വൃത്തിയാക്കിയിട്ട് യശോദാമ്മയും രോഹിണിയമ്മയും ഗോപാലക്കുട്ടികളും ഗോപസ്ത്രീകളും എല്ലാവരും വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഭഗവാന്, നമ്മുടെ ഉണ്ണികൃഷ്ണന് ക്ഷീണമൊന്നുമില്ല, നല്ല ഉഷാറായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയാണ് ഈ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് എന്താണ് ഒരു മരുന്നായിട്ടുള്ളത്? എല്ലാവർക്കും അറിയാം, ഒരു സംശയം വേണ്ട, ഭഗവാന്റെ ആ ഒരു വേണുനാഥമാണ് എല്ലാവരുടെയും ക്ഷീണങ്ങളെ മാറ്റുന്ന, എല്ലാവരുടെയും സങ്കടങ്ങളെ മാറ്റുന്ന ആ ഒരു അമൃതായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, എന്നാൽ ഭഗവാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആ വേണുനാഥം ഒന്ന് പൊഴിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ നല്ല സന്തോഷത്തിൽ ഉഷാറായിട്ട് എന്നുള്ളതിനേക്കാളും അതിയായിട്ടുള്ള ഒരു സന്തോഷത്തോട് കൂടിയിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നമ്മുടെ ശ്രീലകത്ത് നിന്നിട്ട് വേണുനാഥം പൊഴിക്കുകയാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അതിമനോഹരമായിട്ടാണ് ചാർത്തിയിരിക്കുന്നതും. 2 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം താമരയുടെ, വെളുത്ത താമരയും തുളസിയും കൂടെ ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടായിരുന്നു. പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയായിരുന്നു. പിന്നെ 2 ഉണ്ടമാലകളുണ്ട്. അതിലും ആദ്യത്തേത് ഭഗവാന്റെ ദേഹത്തോടെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസിയാണ് കേട്ടോ. അങ്ങനെ അടുപ്പിച്ച് കോർത്തിരിക്കാം, തെച്ചി തുളസി തെച്ചി തുളസി. അപ്പോൾ അങ്ങനെ അടുപ്പിച്ച് കോർത്തത് കൊണ്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം താമരമാലയായിരുന്നു, താമരയുടെ ഇതൾ കൊണ്ടായിരുന്നു ആ മാല കോർത്തിട്ടുണ്ടായിരുന്നത്. അതിന് നടുക്കാണ് വേണുഗാനം പൊഴിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞികൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ എനിക്ക് കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്. പിന്നെ നെറ്റിയിലൊരു ഗോപി തിലകുണ്ട്, കാതുപൂക്കളുണ്ട്, മനോഹരമായിട്ടുള്ള പുഞ്ചിരിയുണ്ട് കേട്ടോ ഭഗവാന്റെ ചുണ്ടിലെ. എല്ലാവരെയും മയക്കുന്ന അതിമനോഹരമായിട്ടുള്ള പുഞ്ചിരിയോട് കൂടിയിട്ടാണ്. കഴുത്തിൽ 2 മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാല ഉണ്ട്, പിന്നെ ഒരു മാല ഉണ്ട്. പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ആ 2 കുഞ്ഞിക്കൈകൾ കൊണ്ടും പൊന്നോടക്കുഴൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് വേണുഗാനം പൊഴിക്കുകയാണ് മനോഹരമായിട്ട്. നമ്മളെല്ലാവരും അതിലെ അലിഞ്ഞ് ഇല്ലാതായി പോകും. നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അലിഞ്ഞില്ലാതാക്കുന്ന ആ ഒരു വേണുഗാനമാണ് ഇന്നലെ ഭഗവാൻ പൊഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്, പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിക്കാലുകൾ രണ്ടും ഇങ്ങനെ പിണച്ച് വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതിൽ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഭഗവാന്റെ ആ വേണുനാഥം പൊഴിക്കുന്ന ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗുരുവായൂരപ്പനും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ.
അങ്ങനെ വേണു ഊതുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ. സുന്ദരനായിട്ടാണ് ഇന്നലെയും ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒരു കസവും കൊണ്ടാണ് അരയിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത്. പിന്നെ ഒരു ചുവന്ന പട്ടും കൂടെ ചെറുതായിട്ട് കാണാനുണ്ടായിരുന്നു കേട്ടോ. അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ സർവാഭരണ വിഭൂഷിതനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. തുമ്പിയിൽ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്. പിന്നെ കഴുത്തിൽ നല്ല വീതിയിൽ ഒരു മുല്ലമുട്ട് പോലത്തെ ഒരു മാല ഇട്ടിട്ടുണ്ട്. 2 സ്വർണ്ണപ്പൂക്കൾ ആ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഈ കൈകളൊക്കെ ഇങ്ങനെ വെക്കില്ലേ, ഏകദേശം ആ ഭാഗത്തായിട്ടാണ് ആ സ്വർണ്ണപ്പൂക്കൾ വെച്ചിരിക്കുന്നത്. പിന്നെ നെറ്റിയിൽ ആ പച്ച നിറത്തിലുള്ള ഒരു പാലക്കയുടെ ഒരു ലോക്കറ്റ് ഉണ്ട്. അതിന് മുകളിലായിട്ട് നെറ്റിപ്പട്ടം പോലെയാണ് കേട്ടോ, ചുവന്ന നിറത്തിലെ ഒരു പട്ട് ഇങ്ങനെ ചാർത്തിയിട്ട് അതിൻ്റെ അരികിലായിട്ട് ഒരു മാല കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അത് ഈ പാലക്കയും പിന്നെ സ്വർണത്തിൻ്റെ ഒക്കെ ചെറിയ മാറി മാറി വരുന്ന കോർത്തിട്ടുള്ള ഒരു പ്രത്യേക മാലയാണ്. ഇതിന് മുകൾ ഭാഗത്തായിട്ടും ഒരു മാല കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്, നെറ്റിയുടെ ഭാഗത്തായിട്ട്. അതിങ്ങനെ നേരെ വെച്ചിരിക്കുന്നത്, മറ്റത് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കിരീടം ഉണ്ട്, അത് തട്ടുകളായിട്ടുള്ള കിരീടം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അതിങ്ങനെ പുറകിൽ നിന്ന് മുന്നിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള തട്ടുകളായിട്ടുള്ള കിരീടമാണ്. അത് കൂടാതെ കാതുകളിലും അലങ്കാരം ഉണ്ട് കേട്ടോ. ഒരു വെളുത്ത നിറത്തിൻ്റെ നൂലിൻ്റെ ഉള്ളിൽ ചുവന്ന പട്ട് വെച്ചിരിക്കാം. അപ്പോൾ നമ്മൾ വെള്ള കുറി തൊട്ടിട്ട് നടുക്ക് ചുവന്ന പൊട്ട് തൊടില്ലേ, അതേപോലെ 2 കാതുകളിലും അലങ്കാരമുണ്ട്. അങ്ങനെ സർവാഭരണ വിഭൂഷിതനായിട്ട് നല്ല ഭംഗിയുള്ള അലങ്കാരത്തോട് കൂടിയിട്ടാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് നേരെ ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകാം കേട്ടോ. സുന്ദരിയായിട്ടാണ്, അതിസുന്ദരിയായിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മ ഇരിക്കുന്നത്. മുഖച്ചാർത്തൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു തൂവെള്ള നിറത്തിലാണ് ഭഗവതി അമ്മയ്ക്ക് ഉടയാട ഉണ്ടായിരുന്നത്. അതിങ്ങനെ തട്ടുകളായിട്ടാണ് ഓരോന്നിൻ്റെയും ആ അരികിലായിട്ട് സ്വർണ്ണനൂല് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു ബോർഡർ പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ള തൂവെള്ള ഉടയാടയായിരുന്നു. പിന്നെ കഴുത്തിൽ ഒരു മാല അണിഞ്ഞിട്ടുണ്ട്, സ്വർണ്ണപ്പൂക്കൾ കൊണ്ടുള്ള ഒരു മാലയാണ് കേട്ടോ കഴുത്തിൽ അണിയിരിക്കുന്നത്. കാതുകളിൽ പൊട്ടുകളാണ്, സ്വർണ്ണ പൊട്ടുകളാണ് ഇന്നലെ വെച്ചിരിക്കുന്നത്. ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് നല്ല ഭംഗിയുള്ള ചുണ്ടുകളാട്ടോ, നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട്. പിന്നെ നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ കുങ്കുമം കൊണ്ട് ചുവന്ന നിറത്തിൽ ഒരു ഗോപി പൊട്ടും കൂടെ ഭഗവതി അമ്മയ്ക്കുണ്ട്. പിന്നെ കിരീടമാണ്. കിരീടം ഇതേപോലെ തന്നെ സ്വർണ്ണപ്പൂക്കൾ കൊണ്ട് ഒരു കിരീടം ഇങ്ങനെ തീർത്തിരിക്കാം. ഒരു പ്രത്യേക ഒരു ഇങ്ങനെ അർദ്ധവൃത്താകൃതിയിൽ കിരീടത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ സ്വർണ്ണപ്പൂക്കൾ കൊണ്ട് ചാർത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഭഗവതി അമ്മയ്ക്ക് അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അത് കൂടാതെ നല്ല തൂവെള്ള നിറത്തിൽ വെളുത്ത ഒരു താമര ഇങ്ങനെ വിടർത്തിയിട്ട് ഭഗവതി അമ്മയുടെ കൈകളുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. താമരയൊക്കെ പിടിച്ചിരിക്കുന്ന ഭഗവതി അമ്മയുടെ പോലെയാണ് കേട്ടോ തോന്നുക. നല്ല ഭംഗിയുണ്ടായിരുന്നു അലങ്കാരം. മുഖച്ചാർത്തൊക്കെ അതീവ ഭംഗിയായിട്ട് അതീവ സുന്ദരിയായിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം കേട്ടോ. അയ്യപ്പന് നല്ല സുന്ദരമായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടിരിക്കുന്നുണ്ടായിരുന്നേ. ഒരു ഓഫ് വൈറ്റ് നിറത്തിലാണ് നിറയെ സ്വർണ്ണ നൂലുകളോട് കൂടിയിട്ടുള്ള വലിയൊരു ഉടയാട ഉണ്ടായിരുന്നത്. പിന്നെ കഴുത്തിലെ മാലയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അത് ആദ്യം ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ട് ഈ താമരകളുണ്ടല്ലോ, നല്ല പിങ്ക് നിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞു താമരകൾ കൊണ്ട് ഒരു മാലയുണ്ട്. ഇത് ഒരു താമര പിന്നെ ഒരു താമര, അതിന് ചെറിയ താമരകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മാലയുണ്ട്. അതേപോലെ തന്നെയാണ് കാതുകളിലും കമ്മലായിട്ട് അണിഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ മുകളിലുണ്ട്, കാതിന് മുകളിലും ഇതേപോലെ തന്നെ ഒരു കമ്മല്, അതിൽ നിന്നൊരു ചെറിയ ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു മഴത്തുള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന എങ്ങനെ ഇരിക്കും അതേപോലെ ഒരു അലങ്കാരം കൂടെ കാതിന് മുകളിലായിട്ടുണ്ട്. പിന്നെ ചുണ്ടൊന്നും നല്ല ചുവപ്പിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് പ്രായമൊക്കെ ആയിട്ടുള്ള ഒരു അയ്യപ്പനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നെറ്റിയിലൊരു സ്വർണ്ണപ്പൊട്ടൊക്കെ വെച്ചിട്ട് പിന്നെ കിരീടം ചാർത്തിയിരിക്കുകയാണ്. അതിങ്ങനെ ചന്ദനം കൊണ്ട് ഓരോ തട്ടുകളായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഇന്നലെ അയ്യപ്പനുണ്ടായിരുന്നു. ആ മാലയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആ വിളക്കിൻ്റെ ശോഭയിലൊക്കെ ഇങ്ങനെ നന്നായി ഇങ്ങനെ ജ്വലിച്ചിട്ടൊക്കെയാണല്ലോ നിൽക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു അലങ്കാരമായിരുന്നു ഇന്നലെയും അയ്യപ്പനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇന്ന് നമുക്ക് നാളത്തെ വിശേഷത്തെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. തൃക്കാർത്തികയെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. നാളെ ഡിസംബർ 4-ാം തീയതി തൃക്കാർത്തികയാണ്. അപ്പോൾ കേരളത്തിലുള്ള എല്ലാവരും നാളെയാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത് കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ ഇന്നാണ്, അതായത് അവർ കാർത്തിക തുടങ്ങുന്ന ദിവസമാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, അതായത് പൗർണമിയും കാർത്തികയും ഒരുമിച്ച് വരുന്ന ഒരു ദിവസമായിട്ടാണ് കേരളീയര് അത് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ആഘോഷിക്കുന്നത്. നാളത്തെ ദിവസം പൂർണ്ണചന്ദ്രനെയാണ് കാണുക. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, മനോഹരമായിട്ടാണ് കേട്ടോ നാളത്തെ
ആകാശ കാഴ്ചകൾ, നല്ല ഭംഗി അമ്പിളിമാമനെ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു മാസമാണ് ശരത്കാലമൊക്കെ ആയിട്ട് ഗോപസ്ത്രീകൾ ആഘോഷിക്കുന്നത്. കാരണം നന്നായി ഈ അമ്പിളിമാമനെ കാണാനായിട്ട് സാധിക്കും. ഈ മഴക്കാറൊന്നും ഉണ്ടായിരിക്കില്ല. പൊതുവെ അങ്ങനെയാണ് പറയാറ്. ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാട്ടോ പറയുന്നത്, മഴക്കാറുണ്ടായിരിക്കില്ല. കാരണം മഞ്ഞുകാലമൊക്കെ തുടങ്ങുന്ന സമയമല്ലേ. അപ്പം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അമ്പിളിമാമനെ കാണാനായിട്ട് സാധിക്കും. അപ്പം നാളെയാണ് ആ ഒരു ദിവസം വരുന്നത്. അതാണ് തൃക്കാർത്തികയായിട്ട് ആഘോഷിക്കുന്നത് കേട്ടോ. മഹാലക്ഷ്മിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം. മഹാലക്ഷ്മി നമ്മുടെ എല്ലാം കുടുംബങ്ങളിലേക്ക്, നമ്മുടെ എല്ലാം വീടുകളിലേക്ക് കയറി വരുന്ന ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരുന്ന ആ ഒരു ദിവസം. അപ്പം അത് നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കുക? തീർച്ചയായിട്ടും നമ്മൾ ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. മഹാലക്ഷ്മിയാണ് നമ്മുടെ വീടുകളിലേക്ക് കയറി വരുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഒരുക്കങ്ങളും അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആ അനുഷ്ഠാനങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു വെക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വീടുകളെല്ലാം ശുദ്ധിയാക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ വീടൊക്കെ അടിച്ചു വാരി ശുദ്ധിയാക്കാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത എല്ലാത്തിനെയും നമ്മൾ എടുത്തിട്ട് കളയണം, നമ്മൾ ഉപേക്ഷിക്കണം. നമ്മളെ വീടുകളിൽ നിന്നും നമ്മുടെ മനസ്സുകളിൽ നിന്നും. അതാണ്, മനസ്സിനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സാണ്. മനസ്സിൽ നിന്ന് നമ്മൾ ആദ്യം കളയണം അല്ലേ. നമ്മളിപ്പോൾ വീട് ശുദ്ധിയാക്കുക അല്ലെങ്കിൽ നമ്മൾ സ്വയം ശുദ്ധിയാക്കുക എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരം നമുക്ക് ശുദ്ധിയാക്കാനായിട്ട് സാധിക്കും. അത് നന്നായി ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മാറിക്കിട്ടും. പക്ഷെ മനസ്സ് ശുദ്ധിയാക്കണമെങ്കിലോ അതിന് കുറച്ച് പാടുണ്ട് അല്ലേ. അപ്പോൾ അതും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വീടൊക്കെ ശുദ്ധിയാക്കുക എന്നുള്ളത്. നന്നായി അടിച്ചുവാരി വൃത്തിയാക്കിയിട്ട് നമുക്ക് വേണ്ടാത്ത എല്ലാ വസ്തുക്കളും ഉപേക്ഷിക്കുക. നമ്മൾ ഇനി ഒരിക്കലും അത് ഉപയോഗിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്കത് വേണ്ടാത്തതാണ് അല്ലേ. അങ്ങനെ വേണ്ടാത്തതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലുള്ള പകുതി നെഗറ്റിവിറ്റിയും അങ്ങനെ പോകുന്നതാണ് പറയുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളെല്ലാവരും വീടുകളെല്ലാം വൃത്തിയാക്കിയിട്ട് ശുദ്ധീകരിക്കുക. പിന്നെയാണ് നമ്മൾ ദീപം കൊളുത്തുന്നുണ്ട്. ഭഗവതിക്ക് വിളക്ക് വെക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നാളത്തെ ദിവസത്തെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യവും വിളക്ക് വെക്കുന്നത് തന്നെയാണ്. ദീപങ്ങൾ ധാരാളമായിട്ട് തെളിയിച്ച് വെക്കും. ദീപാവലിക്ക് എങ്ങനെയാണോ ആഘോഷിക്കുക അതുപോലെ വീടുകളെല്ലാം ദീപാലങ്കൃതമാക്കിയിട്ട് മനോഹരമാക്കിയിട്ട് നമ്മൾ ആ സന്ധ്യാസമയത്ത് നന്നായിട്ട് ഈ ചിരാതുകളിൽ ദീപം തെളിയിച്ചിട്ട് അലങ്കരിക്കും. അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഭഗവതിക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഗുരുവായൂരപ്പന് എങ്ങനെയാണോ ഏകാദശിക്ക് പ്രധാനം, അതേപോലെ മഹാദേവൻ എങ്ങനെയാണോ പ്രദോഷം, സുബ്രഹ്മണ്യൻ എങ്ങനെയാണോ ഷഷ്ടി, അതേപോലെ പ്രധാനപ്പെട്ടതാണ് ഭഗവതിക്ക് തൃക്കാർത്തിക, ഭഗവതി അമ്മയുടെ പിറന്നാളാണെന്നാണ് പറയണത്. അതേപോലെ തന്നെ മഹാലക്ഷ്മിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ നാളെ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച്, എത്ര നേരത്തെ എണീക്കാനായിട്ട് സാധിക്കും? സൂര്യോദയത്തിന് മുന്നായിട്ട് എണീറ്റ് കുളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിലവിളക്ക് കൊളുത്തണം. 5 തിരിയിട്ട നിലവിളക്ക് കൊളുത്തണം എന്നാണ് പറയുക. കാരണം മഹാലക്ഷ്മിയെ സങ്കല്പിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നെയ്യൊഴിച്ചിട്ട് കൊളുത്താനായിട്ട് സാധിക്കുന്നവർ അങ്ങനെ കൊളുത്താട്ടോ. അങ്ങനെയാണ് നാളത്തെ ഒരു ദിവസം ആരംഭിക്കുക. പിന്നെ പറയുന്നത് ഈ തൃക്കാർത്തികയ്ക്ക് വ്രതമാണ്. വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് മഹാലക്ഷ്മി പ്രീതിക്കായിട്ട്. വ്രതം എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പം അടുത്ത് തന്നെ നമ്മൾ ഏകാദശി വ്രതത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ വ്രതം എങ്ങനെ എടുക്കണം എന്നുള്ളത് ഈ മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് സാധിക്കുക, നമ്മുടെ ശരീരസ്ഥിതി ആരോഗ്യം എങ്ങനെയാണ്, അതിനനുസരിച്ച് വ്രതം എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒന്ന് നേരത്തെ പറഞ്ഞ ദീപം കൊളുത്തുന്നത്, അത് സന്ധ്യാസമയത്താണ് സാധാരണയായിട്ട് നമ്മൾ ദീപങ്ങൾ നിറയെ കൊളുത്തി വെക്കുക അല്ലേ. കൂടുതൽ പേരും ഇപ്പോൾ വീടിൻ്റെ ഉമ്മറത്ത്, പൂജാമുറിയിൽ എന്തായാലും ദീപം കൊളുത്തും. നമ്മൾ എന്തായാലും ദീപം കൊളുത്തിയിരിക്കണം. എന്നിട്ട് വീടിൻ്റെ ഉമ്മറത്ത് അതുപോലെ തന്നെ ഓരോരോ മൂലകളിൽ, കോർണറുകളിലൊക്കെ ദീപം തെളിയിച്ച് വെക്കും. അതിനോടൊപ്പം തന്നെ അകത്തും, അതായത് നമ്മുടെ സ്വീകരണ മുറികളിലെ, നമ്മൾ കിടന്നുറങ്ങുന്ന സ്ഥലത്ത്, നമ്മുടെ അടുക്കളയിൽ, എല്ലായിടത്തും ഈ ചിരാതുകളിൽ ദീപം കൊളുത്തി വെക്കണം എന്നാണ് പറയുക. അതായത് ആ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ നെഗറ്റിവിറ്റികളെയും അത് ഇല്ലാതാക്കും, ഈ പ്രകാശപൂരിതമാക്കും എന്നതിൽ പോലെ തന്നെ എല്ലായിടത്തും പോസിറ്റിവിറ്റി നിറയ്ക്കുന്നതാണ് പറയണത്. അത് നമ്മുടെ വീടിനുള്ളിലായാലും നമ്മുടെ മനസ്സിനുള്ളിലായാലും അതിൻ്റെ ഒരു പ്രഭാവം ഉണ്ടായിരിക്കും. അത് കുറച്ചൊക്കെ അല്ലേ നമുക്ക് കിട്ടുക. പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാമം ജപിക്കുക. നാമം ജപിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാവിധ നെഗറ്റിവിറ്റികളെയും ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നാളെ എല്ലാ ദിവസവും നാമം ചൊല്ലുന്നവരാണ്. എന്നാലും നാളത്തെ ഒരു ദിവസം ഭഗവതി അമ്മയ്ക്ക് കൂടെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ. അപ്പോൾ ഭഗവതി അമ്മയുടെ ലളിതാ സഹസ്രനാമങ്ങൾ, അതേപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം, അങ്ങനെയൊക്കെ അത് അറിയുന്നവർ അതൊക്കെ ചൊല്ലുന്നത് വളരെ വളരെ നല്ലതാണ്. പിന്നെ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ വളരെ പ്രധാനമാണെന്ന് പറഞ്ഞല്ലോ നാളത്തെ ഒരു ദിവസം. അപ്പോൾ സാധിക്കുന്നതും ഭഗവതി ക്ഷേത്രങ്ങളിൽ, ഭഗവതിക്ക് പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതില്ലെങ്കിലും ഭഗവതി അമ്മ അവിടെ പ്രതിഷ്ഠയായിട്ടുണ്ടായിരിക്കും. അവിടെയൊക്കെ നമ്മൾ പോവുക. നമുക്ക് സാധിക്കുന്ന സമയങ്ങൾ രാവിലെയാണോ വൈകിട്ടാണോ നമ്മൾ അവിടെ പോവുക. അവിടെ ഭഗവതി അമ്മയെ നന്നായി പ്രാർത്ഥിക്കുക. പിന്നെ ഭഗവതി അമ്മയ്ക്ക് പ്രധാനപ്പെട്ട കുറച്ച് വഴിപാടുകളുണ്ട്, അതും കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ഭഗവതി അമ്മയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഭഗവതി സേവ. അതെല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഭഗവതി അമ്മയുടെ ഇഷ്ടപ്പെട്ട ഒരു വഴിപാട് നെയ്പായസം ഷീട്ടാക്കുക എന്നുള്ളതാണ്. നെയ്പായസം എന്ന് പറയുന്നത് ഈ ശർക്കര ഇട്ട പായസമാണ് കേട്ടോ, കടും പായസം. അത് നേദിക്കാം, ത്രിമധുരം നേദിക്കാം, ഭഗവതി അമ്മയ്ക്ക് ചുവന്ന പട്ട് സമർപ്പിക്കാം. ഇതെല്ലാം നാളത്തെ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഭഗവതി അമ്മയെ ആരാധിക്കുന്ന സമയത്ത് നമുക്ക് നാരായണ നാമം ചൊല്ലാം, ഭഗവാനെയും നമുക്ക് വിളിക്കാം. കാരണം ഭഗവാന്റെ മാറിടത്തിലാണല്ലോ മഹാലക്ഷ്മി ഇരിക്കുന്നത്. അപ്പോൾ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും ഭഗവാന്റെ നാമങ്ങളും നമുക്ക് നാളെ ചൊല്ലാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനെയുള്ള ഓരോരോ അനുഷ്ഠാനങ്ങൾ ഓരോരോ ദിവസങ്ങളിലായിട്ട് വരുമ്പോൾ ഇപ്പോൾ ഹൈന്ദവ വിശ്വാസം അനുസരിച്ചിട്ട് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ ആചരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള സുഖങ്ങളും സമൃദ്ധിയും ലഭിക്കുന്നതാണ് പറയുക. പ്രത്യേകിച്ച് നാളത്തെ ദിവസം മഹാലക്ഷ്മിയുടെ ദിവസമാണ് അല്ലേ. അപ്പോൾ മഹാലക്ഷ്മിയെ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഒരു വർഷത്തെ ഫല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ദുഃഖങ്ങളെല്ലാം മാറിയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നാളത്തെ ദിവസത്തിനുള്ള പ്രത്യേകതകൾ പറയുമ്പോൾ മഹാലക്ഷ്മിയുടെ അംശമായിട്ടുള്ള തുളസി ദേവിയുടെ ജന്മദിനാണെന്നാണ് പറയുന്നത്. തുളസി ദേവി ഭൂമിയിൽ അവതരിച്ച ഒരു ദിവസമാണ്. അതേപോലെ തന്നെ ശരവണപ്പൊയ്കയിൽ സുബ്രഹ്മണ്യൻ അവതരിച്ചൊരു ദിവസമാണ് നാളത്തെ കാർത്തിക ദിവസം. കൃത്തികാദേവിമാർ പാലൂട്ടി വളർത്തി എന്നൊക്കെ ഞാൻ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ രാധാദേവിയെ ഭഗവാൻ പൂജിച്ച ദിവസമാണ്. പിന്നെ ത്രിപുരാദഹനം, മഹാദേവൻ ത്രിപുരാദഹനം നടത്തിയിട്ടുള്ള ഒരു ദിവസമാണ്. അങ്ങനെ അനവധി ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കൂടി എല്ലാം കൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളത്തെ തൃക്കാർത്തിക. അതുകൊണ്ട് തന്നെയാണ് അത്രയേറെ പ്രാധാന്യം നമ്മൾ വളരെ നന്നായി തന്നെ അത് ആചരിക്കണം, അനുഷ്ഠിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കൊരു ഐതിഹ്യ കഥ പറയാം. നമ്മൾ പറഞ്ഞല്ലോ ത്രിപുരാദഹനം നടത്തിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ആ കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. ഈ താരകാസുരൻ എന്ന് പറഞ്ഞ അസുരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് സുബ്രഹ്മണ്യൻ വധിച്ചിട്ടുള്ള താരകാസുരൻ. ഈ താരകാസുരന് 3 പുത്രന്മാരുണ്ട്. ഒന്ന് വിദ്യുന്മാലി, ഒന്ന് താരകാക്ഷൻ, പിന്നെ ഒന്ന് കമലാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഇവർ 3 പേരും ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് തങ്ങൾക്ക് 3 നഗരങ്ങൾ അവർക്ക് സ്വസ്ഥമായിട്ട് വിഹരിക്കാൻ എല്ലായിടത്തും ചുറ്റിക്കാണാനൊക്കെ ആയിട്ട് 3 നഗരങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടണം വരമായിട്ട്. ആകാശത്താണ് കേട്ടോ ഈ നഗരങ്ങൾ ഉള്ളത്. അങ്ങനെ ബ്രഹ്മാവിനെ സ്തുതിച്ച് ബ്രഹ്മാവ് വരം നൽകി. അങ്ങനെ മയനാണ് അത് അവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്നത്. വളരെ പ്രത്യേകതകളുള്ള നഗരങ്ങളാണ്. ഒരാൾക്ക് ഇരുമ്പ് കൊണ്ടാണ്, ഭൂമിയിൽ ഇരുമ്പ് കൊണ്ടാണ് ആ നഗരം നിർമ്മിച്ചു കൊടുക്കുക. ഒരാൾക്ക് വെള്ളി കൊണ്ടാണ് നിർമ്മിച്ചു കൊടുക്കുക. ഒരാൾക്ക് സ്വർഗത്തിലെ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ശില്പി ആരാ? മയനാണ്. അപ്പോൾ എന്തുമാത്രം പ്രത്യേകതകൾ ആ ഒരു നഗരങ്ങൾക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാല്ലേ. ഇതൊന്നും നമുക്ക് ആർക്കും കാണാൻ സാധിക്കില്ല. 1000 വർഷത്തിൽ ഒരിക്കലാണ് ഇത് ദൃശ്യമാകുള്ളൂ. ആർക്കും കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്തായി? ഈ വരം ലഭിച്ച അസുരപുത്രന്മാർ അഹങ്കാരികളായിട്ട് തീർന്നു. അവരെ എല്ലാവരെയും പോലെ തന്നെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങിയാണ്. ദേവന്മാർക്കൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ദേവന്മാർ എന്ത് ചെയ്തു? മഹാവിഷ്ണുവിനെ സമീപിച്ചു. മഹാവിഷ്ണുവാണ് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ട് യാഗമൊക്കെ നടത്തി പ്രീതിപ്പെടുത്തിയിട്ട് ഇവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം എന്നുള്ള ആവശ്യമായിട്ട് മഹാദേവന്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ മഹാദേവൻ യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ്. മഹാദേവൻ എഴുന്നള്ളുന്ന ആ ഒരു രഥത്തിനും പ്രത്യേകതയുണ്ട്. ആ രഥത്തിന്റെ അടിത്തട്ട് ഭൂമിദേവിയും ചക്രങ്ങൾ സൂര്യചന്ദ്രന്മാരും ആ കുതിരകൾ ദേവന്മാരും ആയിരുന്നു. തേര് തെളിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മാവാണ്. പിന്നെ മേരുപർവ്വതം അച്യുതണ്ടായിട്ട്, മന്ദരപർവ്വതം ധ്വജസ്തംഭമായിട്ട്, കൊടിക്കുറയായിട്ട് മിന്നൽ പിണറാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയണത്. പിന്നെ മഹാദേവന്റെ കയ്യിലുള്ള ഈ ഒരു അമ്പുണ്ടല്ലോ, ഇതിന്റെ ഈ അമ്പ് മഹാവിഷ്ണുവാണ്. അമ്പിന്റെ ആ കൂർത്ത ഭാഗം അഗ്നിദേവനും പിന്നെ ആ കടക്കിലുള്ള ഭാഗം ഉണ്ടല്ലോ അത് വായുദേവനുമാണ്. അപ്പൊ വായുവേഗത്തിലാണ് രഥം പായുന്നത്. അതിനേക്കാൾ വേഗത്തിലാണ് ഈ വായു ഭഗവാനാണല്ലോ അറ്റത്തിരിക്കുന്നത് ഈ അമ്പ് പായുന്നത്. ഈ അമ്പിന്റെ ഈ പിന്നെ വില്ലുണ്ടല്ലോ, വില്ലിന്റെ ആ ഒരു ഭാഗം കാളരാത്രിയാണെന്നാണ് പറയണത്. അതിൽ ഈ വാസുകി എന്നുള്ള സർപ്പത്തെയാണ് വലിച്ചു കെട്ടിയിട്ട് ഞാണായിട്ട് ഉപയോഗിച്ചതെന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ അമ്പ് വിടുന്ന ഒരു സമയത്ത് ആദ്യത്തെ അമ്പ് കൊണ്ടൊന്നും ശരിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ടായിരുന്നില്ല. കാരണം ഒന്നും കാണാനായിട്ടില്ല. കാരണം ഗണപതിയാണെന്ന് മഹാദേവന്റെ വിരൽത്തുമ്പിൽ ഇരുന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നേ. കാരണം ഗണപതിക്ക് ആദ്യം തന്നെ പൂജ ചെയ്യണമെന്നാണ് പറയണത്. ഗണപതിയെ ആദ്യം പ്രീതിപ്പെടുത്തണമെന്ന്. അങ്ങനെ വേഗം ഭദ്രകാളിയെ വിളിച്ചു ഗണപതിക്ക് പൂജയൊക്കെ ചെയ്ത് പ്രീതിപ്പെടുത്തിയിട്ട് അപ്പോൾ എന്തായി? ഈ 3 നഗരങ്ങളും തെളിഞ്ഞ് കാണാനായിട്ട് തുടങ്ങി.
അങ്ങനെ വേഗം മഹാദേവൻ അമ്പ ചെയ്തിട്ട് അതിനെല്ലാം ചുട്ടരിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ഈ 3 നഗരങ്ങളെയും 3 പുരങ്ങളെയും നശിപ്പിച്ചതുകൊണ്ട് ത്രിപുരാദഹനം, അങ്ങനെ ത്രിപുരാരി എന്നുള്ളൊരു പേരും കൂടെ മഹാദേവന് ലഭിച്ചു. അത് നടന്നൊരു ദിവസമായിട്ടാണ് ഈ തൃക്കാർത്തിക ആഘോഷിക്കുന്നത് കേട്ടോ. പല ഐതിഹ്യങ്ങളും ഞാൻ പറഞ്ഞു, അതിലൊന്നാണ് ഈ ഒരു ത്രിപുരാദഹനം. ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് നാമജപം എണ്ണാനായിട്ടുണ്ട്. ഇപ്പോൾ ഏകാദശി ദിവസങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളൊക്കെ ആയിട്ട് 12,55,040 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പോൾ നന്നായി തന്നെ എല്ലാവരും നാമം ചൊല്ലിക്കോളൂ. നാളത്തെ തൃക്കാർത്തികയൊക്കെ വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചോളൂ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കൂടുതൽ തൃക്കാർത്തികയുടെ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.